വാഴൂർ SBR NSS കോളേജിൽ വെച്ച് പല കാലങ്ങളിൽ പുഷ്കല ടീച്ചർ ചോദിച്ച ചോദ്യമാണ്. പിള്ളേരെ, നിങ്ങൾക്കൊക്കെ ഭാവിയിൽ എന്താവാൻ ആഗ്രഹം? എനിക്ക് എന്റെ നാട്ടിലെ മെമ്പറാണ് ടീച്ചറെ. എനിക്ക് മെമ്പറായ കൊള്ളാവുന്നുണ്ട്. പഞ്ചായത്ത് മെമ്പറായിട്ടൊരു കൈ നോക്കണം. എന്നാൽ എനിക്കും മെമ്പറാവണം ടീച്ചറെ. പിള്ളേരും ലോകവും വേഗത്തിൽ വളർന്നു. ക്ലാസ് മുറിയിൽ നിന്ന് കഥ വാഴൂർ പഞ്ചായത്ത് ഓഫീസ് വരെ എത്തി. അന്ന് ഉത്തരം പറഞ്ഞവർ ഇന്ന് പഞ്ചായത്തിലെ മെമ്പർമാരാണ്. അന്ന് ചോദ്യം ചോദിച്ച പുഷ്കല ടീച്ചർ ഇന്ന് പഞ്ചായത്തിലെ പ്രസിഡന്റും. 2010 മുതൽ പഞ്ചായത്ത് മെമ്പറാണ് പുഷ്കല ടീച്ചർ. പഞ്ചായത്ത് പ്രസിഡന്റായി ഇത് 2ാം തവണ. ടീച്ചറിന്റെ പിള്ളേരായ മനോജും ജോണും ജിനുവും റംഷാദും ഒക്കെ മെമ്പർമാരും. ഏറെ സന്തോഷമുണ്ട്. ഞാൻ വിവിധ വർഷങ്ങളിൽ SBR NSS കോളേജിൽ പഠിപ്പിച്ച കുട്ടികളും എന്നോടൊപ്പം ഇപ്പോൾ പഞ്ചായത്ത് മെമ്പർമാരായി പ്രവർത്തിക്കുന്നു എന്നുള്ളത്. പല വർഷങ്ങളിലായി പഠിച്ചവരാണെങ്കിൽ പോലും വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും സൗഹാർദ്ദത്തോടും കൂടി അന്ന് മുതൽ ഇന്ന് വരെ കഴിയുന്ന ഒരു ബന്ധമാണ് അധ്യാപികയായ ഞാനും ഈ കുഞ്ഞുങ്ങളും തമ്മിൽ. പിള്ളേര് നന്നാകാൻ അടി കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം ടീച്ചറിനുണ്ട്. എങ്കിലും പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ ടീച്ചർ വടിയെടുക്കില്ല. അടി കൊടുക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം, പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അതിനൊന്നും വേണ്ടി വരില്ല. കാരണം അവരെ നയിച്ചത് നമ്മളൊക്കെ തന്നെയാണല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല കുട്ടികൾ. അന്ന് പിള്ളേരായിരുന്ന ഇന്നത്തെ മെമ്പർമാർക്ക് ഇനി പഞ്ചായത്ത് ഓഫീസ് എന്നത് വീടാണ്. ക്ലാസ് റൂമിനപ്പുറം ടീച്ചറമ്മ നയിക്കുന്ന സ്നേഹവീട്. ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം 4 പേരെ പഠിപ്പിച്ച ആളുകളും ബാക്കിയുള്ള ആളുകളെ പഠിപ്പിക്കാത്തതാണെങ്കിലും ടീച്ചർ സ്വന്തം മക്കളെ പോലെ കരുതി ഒരു ക്ലാസ് റൂമിനപ്പുറത്തൊരു വീടായി ഈ പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോളേജ് ക്യാമ്പസിലേക്ക് 4 പേരെയും കൈപിടിച്ച് നയിച്ച ടീച്ചറാണ്. ഇനി ഇവരെല്ലാം ചേർന്ന് വാഴൂരിനെ നയിക്കും. ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോജ് ST, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.